കേരളത്തിലെ നദികൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട 20 നദികളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. കേരളത്തിലാകെ 44 നദികളാണുള്ളത്. ഇതിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് മിക്ക നദികളും ഉത്ഭവിക്കുന്നത്. ഇനി കേരളത്തിലെ നദികളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41. ഇവയെല്ലാം അറബിക്കടലിലോ കായലുകളിലോ ചേരുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. ഇവ തമിഴ്നാട്ടിലൂടെയോ കർണാടകയിലൂടെയോ ഒഴുകി കാവേരി നദിയിൽ ചേരുന്നു. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ ഏതെന്ന് നോക്കാം. ആദ്യം പെരിയാർ നദി. നീളം 244 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ നദി. കേരളത്തിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ കൂടി ഒഴുകുന്നു. പെരിയാർ നദി ആലുവപ്പുഴ, ചൂർണി എന്ന പേരുകളിൽ കൂടി അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഡാം പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ഭാരതപ്പുഴ. നീളം 209 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. ഇത് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഭാരതപ്പുഴയെ നിള എന്നും കേരളത്തിൻ്റെ നൈൽ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൂടെ ഒഴുകുന്നു. ഭാരതപ്പുഴയ്ക്ക് പേരാർ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളും ഉണ്ട്. മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പമ്പ നദി. നീളം 176 കിലോമീറ്റർ. കേരളത്തിലെ മൂന്നാമത്തെ വലിയ നദിയാണ് പമ്പ നദി. പീരുമേട് പീഠഭൂമിയിലെ പുലച്ചിമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദക്ഷിണ ഭാഗീരഥി എന്നും അറിയപ്പെടുന്നു. കടന്നു പോകുന്ന ജില്ലകൾ പത്തനംതിട്ട, ആലപ്പുഴ എന്നിവയാണ്. ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായലിൽ ചെന്ന് ചേരുന്നു. ലോകപ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രം പമ്പാ നദിയുടെ തീരത്താണ്. അയ്യപ്പ ഭക്തർ പമ്പാ നദിയിൽ സ്നാനം ചെയ്താണ് ശബരിമലയിൽ പ്രവേശിക്കുന്നത്. അടുത്തത് ചാലിയാർ പുഴ. നീളം 169 കിലോമീറ്റർ. ഉത്ഭവം തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിൽ നിന്ന്. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ കൂടി ഒഴുകുന്നു. ബേപ്പൂർ പുഴ എന്നും നിലമ്പൂർ പുഴ എന്നും ചാലിയാർ പുഴ അറിയപ്പെടുന്നു. ചാലിയാറിൻ്റെ തീരങ്ങളിൽ, പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലയിൽ പുഴമണലിൽ സ്വർണ്ണത്തരികൾ കാണാറുണ്ട്. അതുകൊണ്ട് ചാലിയാർ പുഴയെ സ്വർണ്ണ നദി എന്നും വിളിക്കുന്നു. ചാലക്കുടി പുഴ. നീളം 145.5 കിലോമീറ്റർ. തമിഴ്നാട്ടിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം ജില്ലയിലൂടെ ഒഴുകുന്നു. ചാലക്കുടി പുഴയുടെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങളായ ആതിരപ്പള്ളി, വാഴച്ചാൽ എന്നിവ ഈ നദിയിലാണ്. ഇത് ടൂറിസം ഭൂപടത്തിൽ നദിയെ ഏറെ പ്രശസ്തമാക്കുന്നു. അടുത്തതായി കടലുണ്ടി പുഴ. നീളം 130 കിലോമീറ്റർ. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി മലനിരകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നു. കടലുണ്ടിയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു. കടലുണ്ടി പക്ഷി സങ്കേതം ഈ നദിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പുഴയുടെ തീരത്തുള്ള ഇടതൂർന്ന കണ്ടൽക്കാടുകൾ ജൈവവൈവിധ്യത്തിൻ്റെ കലവറയാണ്. അച്ചൻ കോവിലാർ പുഴ. നദിയുടെ പ്രത്യേകതകൾ: നീളം ഏകദേശം 128 കിലോമീറ്റർ. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ കൂടി ഒഴുകുന്നു. പന്തളം കൊട്ടാരം, കുമ്പോരുട്ടി വെള്ളച്ചാട്ടം തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാർ. നീളം 121 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിലെ കുളത്തൂർ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്നു. ചരിത്ര പ്രാധാന്യ സ്ഥലങ്ങളായ തെന്മല അണക്കെട്ട്, പുനലൂർ തൂക്കുപാലം, പാലരുവി വെള്ളച്ചാട്ടം, മൺട്രോ തുരുത്ത് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി മൂവാറ്റുപുഴ. നീളം 121 കിലോമീറ്റർ. എറണാകുളം, കോട്ടയം ജില്ലകളിലൂടെ ഒഴുകുന്നു. തൊടുപുഴയാർ, കോതമംഗലം, കാളിയാർ പുഴ എന്നീ 3 പ്രധാന നദികൾ ഒന്നിച്ചു ചേരുന്നത് കൊണ്ടാണ് മൂവാറ്റുപുഴ എന്ന പേര് വന്നത്. ഈ 3 നദികൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലത്തെ ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നു. വളപ്പട്ടണം നദി. നീളം ഏകദേശം 110 കിലോമീറ്റർ. കണ്ണൂർ ജില്ലയിലൂടെ ഒഴുകുന്നു. വടക്കൻ മലബാറിലെ ഏറ്റവും നീളം കൂടിയ നദിയാണിത്.
കർണാടകയിലെ കുടക് മലനിരകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ചന്ദ്രഗിരി പുഴ, നീളം 105 കിലോമീറ്റർ. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ. കർണാടകയിലെ കൂർഗ് മലനിരകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. നദിയുടെ തെക്കേ തീരത്ത് പ്രശസ്തമായ ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നു. അടുത്തതായി മീനച്ചിലാർ പുഴ, നീളം ഏകദേശം 78 കിലോമീറ്റർ. മീനച്ചിൽ, കോട്ടയം താലൂക്കുകളിലൂടെ കടന്നുപോകുന്നു. പശ്ചിമഘട്ടത്തിലെ വാഗമൺ കുന്നുകളിൽ നിന്നും തീക്കോയി മലനിരകളിൽ നിന്നുമാണ് ഇത് ഉത്ഭവിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ വേമ്പനാട്ട് കായലിലാണ് മീനച്ചിലാർ ചെന്ന് ചേരുന്നത്. അടുത്തത് കരമനയാർ, നീളം ഏകദേശം 68 കിലോമീറ്റർ. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന പ്രധാന നദിയാണ് ഇത്. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യകൂടം മലനിരകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. അരുവിക്കര അണക്കെട്ട്, പേപ്പാറ അണക്കെട്ട് എന്നിവ ഈ നദിയിലാണ് ഉള്ളത്. അടുത്തത് കല്ലായിപ്പുഴ, നീളം ഏകദേശം 22 കിലോമീറ്റർ. കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ കുന്നുകളിൽ നിന്നാണ് ഈ പുഴ ഉത്ഭവിക്കുന്നത്. ചാലിയാർ പുഴയുമായി ബന്ധപ്പെട്ടൊഴുകുന്ന കല്ലായിപ്പുഴ ഒടുവിൽ അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തത് മയ്യഴിപ്പുഴ, നീളം ഏകദേശം 54 കിലോമീറ്റർ. ഫ്രഞ്ച് അധിനിവേശ ചരിത്രവുമായി ബന്ധമുള്ളതിനാൽ ഈ പുഴ ഇംഗ്ലീഷ് ചാനൽ എന്നും അറിയപ്പെടുന്നു. വയനാടൻ കുന്നുകളിൽ നിന്നാണ് ഈ പുഴ ഉത്ഭവിക്കുന്നത്. വയനാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി ഒടുവിൽ മാഹിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. അടുത്തതായി മഞ്ചേശ്വരം പുഴ, നീളം ഏകദേശം 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണിത്. കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന ഈ നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയായി കണക്കാക്കപ്പെടുന്നത്. കർണാടകയുടെ ബാലപ്പുണി കുന്നുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികളെക്കുറിച്ച് പഠിക്കാം. ഈ 3 നദികളും വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. കബനി, പാമ്പാർ, ഭവാനി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന 3 നദികൾ. കബനി വയനാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്നു. ഭവാനി പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു. പാമ്പാർ ഇടുക്കിയിലെ ദേവികുളത്ത് നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 44 നദികളിൽ 20 നദികളെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.